ഇന്നലെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ ജി സുകുമാരൻ നായരും വാർത്താ സമ്മേളനം നടത്തുന്നു. വി ഡി സതീശനെ മുഖ്യ ശത്രു സ്ഥാനത്ത് നിർത്തുന്നു. എനിക്ക് തോന്നുന്നു വി ഡി സതീശനെ ഇവർ രണ്ടുപേരും മുഖ്യ ശത്രു സ്ഥാനത്ത് നിർത്തിയതോടുകൂടി തന്നെ കേരളത്തിലെ സെക്കുലർ പൊതുബോധം വലിയ തോതിൽ സതീശന് അനുകൂലമായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർക്കടക്കം സതീശനോട് താല്പര്യമോ അനുഭാവമോ തോന്നുന്ന വിധത്തിലാണ് ജാതി നേതാക്കളുടെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള പോരാട്ടം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് വേണ്ട പിന്തുണ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നുണ്ടോ? അത് കിട്ടാൻ സാധ്യതയുണ്ടോ? അഭിലാഷ്, ആദ്യം തന്നെ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹം അവസാനം അതുകൊണ്ട് കളഞ്ഞു. അതാണ് എനിക്ക് അഡ്വക്കേറ്റ് ജയസൂര്യനോട് പറയാനുള്ളത്. ചർച്ച ചെയ്യേണ്ടതൊന്നുമല്ല, വർഗീയത ആളിക്കത്തിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത ആളിക്കത്തിച്ചവർക്ക് നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത കേരളത്തിൽ വർഗീയത സൃഷ്ടിച്ചതും അത് ആളിക്കത്താനുള്ള ഇന്ധനം പകർന്നതുമൊക്കെ അതിന് സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റു കക്ഷികളും മുസ്ലിം കക്ഷികളും ഈ പറഞ്ഞ പോലെ വർഗീയത വല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഗത്യന്തരമില്ലാതെയാണ് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായരും വർഗീയത പറയുന്നത് ജാതീയത പറയുന്നത് എന്ന് പറഞ്ഞിടത്ത് എല്ലാം പോയി. നിങ്ങൾ പൊതുവായിട്ടിത് പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാവുന്നതാണ്. കേരളം വലിയ നാശത്തിലേക്കാണ് പോകുന്നതെന്നുള്ള ആ കാഴ്ചപ്പാടിനോട് യോജിക്കാം നമുക്ക്. പക്ഷെ മറിച്ച് നിങ്ങൾ ചിലർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, വേറെ ചിലരെ ഏകപക്ഷീയമായിട്ട് ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതാണ് ബി ജെ പിയുടെ കാപട്യം. ഒരു വശത്തെ വർഗീയത മാത്രം കാണുകയും മറുവശത്തെ വർഗീയതയ്ക്ക് നിങ്ങളുടെ ഒരു ന്യായീകരണം ചമച്ച് അത് എത്രത്തോളം ഞങ്ങൾക്ക് അനുകൂലമായാൽ അതിനെ സ്വന്തമാക്കാനുള്ള ആ ഒരു തക്കം പാർത്തിരിക്കുക. ഈ കാര്യത്തിൽ ബി ജെ പിക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊരു ധാർമ്മികത പറയാനുള്ള അവകാശമൊന്നുമില്ല. ആകെ മൊത്തം മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ ഒരു പ്രയോഗം. ആകെ മൊത്തം നോക്കിയാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നതും ഏറ്റവും കൂടുതൽ അധികാര പദവികൾ അനുഭവിക്കുന്നതും ബി ജെ പി തന്നെയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് അത്രയും സാധിക്കാത്ത എന്തുകൊണ്ടാണ്? സാധിക്കാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കേരളത്തിൻ്റെ ആ ഒരു ഡെമോഗ്രാഫിക് ഘടന. മലബാറിലേക്ക് നോക്കിയാൽ അവിടെ മുസ്ലിം സമുദായം ഒരു നിർണായക ശക്തിയാണ്. തെക്കോട്ട് തൃശ്ശൂർ കടന്ന് അങ്ങ് കോട്ടയം വരെയെങ്കിലും കോട്ടയത്തിനപ്പുറത്ത് പത്തനംതിട്ട ഏതാണ്ട് ആലപ്പുഴ വരെയൊക്കെ ക്രിസ്ത്യൻ സമുദായവും വലിയ ശക്തിയാണ്. അവിടേക്ക് ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവൊക്കെ ഈ സമുദായങ്ങൾക്കുള്ളത് കൊണ്ട് 80% ഹിന്ദു സമൂഹമുള്ളിടത്തെ പോലെ ഒരു കളി കളിക്കാൻ ഇവിടെ ബി ജെ പിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു പൊതു സാന്നിധ്യമായി നിൽക്കുന്ന ഇടതുപക്ഷ സാന്നിധ്യവും. ഇതാണ് കേരളത്തെ ഇപ്പോഴും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു ബാലൻസിങ് ഫാക്ടറായിരുന്ന ഇടതുപക്ഷം ഇപ്പം എന്ത് സംഭവിച്ചു അവർക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നോർത്ത് വല്ലാത്തൊരു സങ്കടവും തോന്നുന്നുണ്ട്. കേരളത്തെ കേരളമാക്കി അതിനെ ഈ പറയുന്ന രീതിയിലൊരു വർഗീയത ആളിക്കത്താതെ അതിനെ ഇന്ന് കാണുന്ന കേരളമാക്കി നിർത്തുന്നതിൽ ഈ ഡെമോഗ്രാഫിക് ഘടനയ്ക്കൊപ്പം തന്നെ ഈ പറയുന്ന ഇടതുപക്ഷ മനസ്സിന് ഇവിടുത്തെ കോൺഗ്രസിനും CPM ഒക്കെ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ മനസ്സ് എങ്ങനെ കൈമോശം വരുന്നു എന്നുള്ള ഓർത്താണ് കേരളം സത്യത്തിൽ ദുഃഖിക്കേണ്ടത്. ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ സമീപകാലത്ത് കേരളത്തിലെ എന്താ പറയുക കേട്ട ഏറ്റവും നല്ല വാക്കുകളാണ്. അതായത് നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റാലും 2 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളണം. അതിൻ്റെ പേരിൽ ഞാൻ രക്തസാക്ഷിയായാൽ വീരാളി പട്ട് പുതച്ച് കിടക്കും എന്ന് പറയുന്ന ആ ഒരു ആർജവുണ്ടല്ലോ, അതാണ് താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മതേതര മനസ്സാ മനുഷ്യനൊപ്പം നിൽക്കാനുള്ള കാരണം. പിന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ നിരീശ്വരനല്ല, ഞാൻ എല്ലാ സമുദായ സംഘടനകൾക്കും എതിരല്ല, നേതാക്കൾക്കെതിരല്ല, ഞാൻ അവരെ കാണാൻ പോകാറുണ്ട്, അവരോട് എനിക്ക് വിരോധമില്ല, പക്ഷെ അവർ വർഗീയത പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും എന്നല്ലേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് വെള്ളാപ്പള്ളി നടേശനെ എന്തെങ്കിലും പള്ളു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? സുകുമാരൻ നായരെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ചീത്ത വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? തിണ്ണനിരങ്ങില്ല. രാഷ്ട്രീയക്കാരോടാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന സമുദായ നേതാക്കൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നാൽ മതി, കിടക്കണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചല്ലോ. 2016 ഇതേ തരത്തിൽ അദ്ദേഹം മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. 2025 അല്ലെങ്കിൽ 26 അതേ സ്വരമാണ് കേൾക്കുന്നത്. അതിനെ എന്തിനാണ് ഇത്രമാത്രം ഹാലിളകുന്നത്?
ഹാലളക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് കോൺഗ്രസ് പൂർണ്ണ മനസ്സോടെ സതീശന് പിന്നിൽ അണിനിരക്കുന്നില്ല? അതൊരു ഡിപ്ലോമസിയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ആക്രമിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അതിനകത്തുള്ള ഇന്നർ പാർട്ടി പൊളിറ്റിക്സും, അതായത് സതീശൻ അങ്ങനെ എല്ലാ ശ്രദ്ധയും പിടിച്ച് എല്ലാറ്റിൻ്റെയും ക്രെഡിറ്റ് സജീവനിലേക്ക് ഈ സതീശൻ മാത്രം അങ്ങനെ അടിച്ചുകൊണ്ട് പോകണ്ട എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ KPCC പ്രസിഡന്റിനുണ്ടാകാം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നലെ ഇത്രയും വലിയ സംഭവം നടന്നപ്പോൾ കൊടുക്കുന്നിൽ സുരേഷ് ഇന്നലെ രാത്രി ഒളിച്ചുപോയി എന്ന് പറഞ്ഞ പോലെ അവിടെ പോയി പെരുന്നയിൽ പോയി ആശീർവാദം തേടേണ്ട കാര്യമുണ്ടോ? സാധാരണഗതിയിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? പത്രക്കാരെ മാധ്യമപ്രവർത്തകരെ കണ്ട് തിരിച്ചു പോന്നു, റിവേഴ്സ് ഗിയറിലിട്ട് പോന്നു. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയി പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ കിടക്കുന്നതെന്ന്, നിങ്ങൾ എന്തിനാ ഇവിടെ തമ്പടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ നല്ല ബെസ്റ്റ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഇതാണ് കോൺഗ്രസിനകത്ത് എപ്പോഴും അതുണ്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെയാണ്. എങ്കിലും അതേ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ പറയാനുള്ള ആർജവമുള്ള നേതാക്കളും ഉണ്ടാകുന്നു എന്നതാണ് നമുക്കൊക്കെ ഒരു പ്രതീക്ഷ. ശരി. ശ്രീ